വേഴ്സസ് ടിവിയെ ഒരു ഫൈറ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ലോബി, ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് നമുക്ക് ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മുടെ KV ഇത്തവണ വന്ന് അടിക്കാൻ തുടങ്ങിയത്. എല്ലാരെയും തെരഞ്ഞ് കണ്ടുപിടിച്ചടിക്കാനാണ് നമ്മുടെ KV നോക്കിയത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 4 ടീമും 19 പ്ലേയേഴ്സ് ആണ് ലൈവ്. അതില് മെയിൻലി നമ്മുടെ KVയും TVയിലും പ്ലേയേഴ്സ് ആണ് കൂടുതലുള്ളത്. അപ്പൊ എന്തായാലും KVക്ക് ഒരു ചെറിയ പണി പാളിയിട്ടുണ്ട്. KV സൈഡിൽ നിന്ന് സോൺ പോയിട്ടുണ്ട്. സോണിലേക്ക് തിരിച്ചു വരണം. TVA വേഴ്സസ് KVA ദ ഫൈനൽ സർക്കിൾ. TVA വേഴ്സസ് KVA വേഴ്സസ് നമുക്ക് നോക്കാം. VH വേഴ്സസ് ACT ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ലാസ്റ്റ് സർക്കിൾ. സോണിലേക്ക് വരണം. ആ ഒരു മാച്ചിലും നേരത്തെ മാച്ചിൽ നമ്മൾ ഒരു TV വേഴ്സസ് KVA മാച്ച് ലാസ്റ്റ് സോണിൽ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ വീണ്ടും ഒരു റിപ്പീറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിലാര് ഡോമിനേറ്റ് ചെയ്ത് നമുക്ക് കണ്ടറിയാം. നേരത്തെ TV ആണ് അവിടെ ഒരു വിന്നർ ആയി. ഇത്തവണ ആര് വിന്നർ ആവും നമുക്ക് കണ്ടറിയാം. ആര് ചാമ്പ്യൻ ആവും കണ്ടറിയാം. സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. TVA സ്പോട്ട് ചെയ്തിട്ടുണ്ട് KVA. അടി തുടങ്ങിയിട്ടുണ്ട്. ട്രൈ എന്തായാലും രണ്ടുപേരുടെ പൊസിഷൻസും ഇപ്പൊ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു ഏരിയ അവർ എന്തായാലും ഹോൾഡ് ചെയ്ത് നിന്നിട്ട് അടുത്ത സോൺ വരുമ്പോഴേക്കും ഫൈറ്റ് തുടങ്ങുന്നത്. എന്തായാലും 19 സെക്കൻഡിൽ തന്നെ സോൺ വരുന്നതായിരിക്കും. അപ്പൊ നമുക്കറിയാം അടുത്ത സോൺ എങ്ങോട്ട് പോകുന്നു, ആർക്കായിരിക്കും അഡ്വാൻറ്റേജ്, ആർക്കായിരിക്കും ഡിസഡ്വാൻറ്റേജ് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതിനകത്ത് കറന്റ് നോക്കിക്കഴിഞ്ഞാൽ 26 കില്ലോട് കൂടി KVA ആണ് ഡോമിനേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ലോബി. തൊട്ട് താഴെ VH ഉണ്ട് 15 കില്ല്. CSK നോക്കുകയാണെങ്കിൽ 12 കില്ല് മാത്രമേ ഈ ഒരു കളി അവർക്ക് കില്ലധികം സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല CSKക്ക്. അതെ, CSK നോക്കുകയാണെങ്കിൽ കൂടുതലും അങ്ങോട്ട് തപ്പിപ്പോയി അടിക്കും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന എല്ലാ ഫൈറ്റും നല്ല പോലെ തന്നെ ഫൈറ്റ് എടുത്ത് CSK കളിക്കും നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ KV അങ്ങനെയല്ല. KV ഇത്തവണ നല്ലൊരു പോയിന്റ് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലായിടത്തും എവിടെയൊക്കെ ഫൈറ്റ് കേൾക്കുന്നുണ്ടോ അങ്ങോട്ടൊക്കെ ഓടി KV പോകുന്നുണ്ടായിരുന്നു. സോ എന്തായാലും ടോപ്പ് ടേബിളിൽ നമ്മുടെ KVയും TVയ്ക്കും ഒരു സ്ഥാനം അത് ഉറപ്പാണ് എന്തായാലും. മാത്രമല്ല 35 സെക്കൻഡിൽ ഈ കളിയുടെ ഗതി എങ്ങോട്ട് പോകും, ആർക്ക് അഡ്വാൻറ്റേജ് ആവും നമുക്ക് അറിയാൻ പറ്റും. സോൺ ക്ലോസിംഗ് ഇൻ 30 seconds. യെസ്, സോ സോൺ ഈ സോൺ ആണ് നമുക്ക് അറിയേണ്ടത് ഈ കളിയുടെ. സോ നമ്മുടെ ചന്ദ്രൻ അവിടെ ഇരുന്ന് വെടിയിക്കുന്നുണ്ട്. ചന്ദ്രൻ ഒരു പിക്ക് കിട്ടുമോ എന്നാണ് നമുക്ക് നോക്കാം. എന്തായാലും റഷ്യൻ സ്പീഡോ ഇവിടെ നോക്കുകയാണെങ്കിൽ സോണിലോട്ട് കയറാനുള്ള ശ്രമം റഷ്യൻ സ്പീഡോയ്ക്ക്. പക്ഷേ റഷ്യൻ സ്പീഡോസ് ചെന്ന് കയറുന്നത് ACTയുടെ പ്ലേയേഴ്സിന്റെ അടുത്തോട്ടാണ്. ACTയിലെ 2 പ്ലേയേഴ്സിന്റെ അടുത്തോട്ടാണ് നമ്മുടെ റഷ്യൻ സ്പീഡോസ് ചെന്ന് കയറാൻ പോകുന്നത്. റഷ്യൻ സ്പീഡ് ആക്ച്വലി ആ പൊസിഷൻ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു ആ ഒരു സൈഡില്. അതെ അതെ, ഒരുമിച്ച് പോയി അവര് ആ ഒരു റെന്റ് ഒരുമിച്ച് തന്നെ അടച്ച് പാതി എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. സോ കേറുന്നുണ്ട് ഫൈനൽ സർക്കിൾ. ഓ, രണ്ടുപേരുടെയും സൈഡിൽ തന്നെയാണ് ആ ഒരു സോണും വന്നിട്ടുള്ളത്. ലെറ്റ്സ് സീ. ഓ, റഷ്യൻ സ്പീഡോ ഒരു നോക്കിട്ട് ഇരിക്കുന്നു. ഒരു റോക്കറ്റ് റഷ്യൻ സ്പീഡോ ഒരു 1v1 കണ്ടില്ല. റഷ്യൻ സ്പീഡോ രണ്ടുപേരെയും നോക്കിട്ടിരിക്കുന്നു. ഇനിയുണ്ട് ആക്ടില് പ്ലേയേഴ്സ്. അപ്പം റഷ്യൻ സ്പീഡോ അവിടെ നല്ല 2 നോക്ക്, 2 കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. അല്ലല്ല, 3 ടീംസ് അതെന്തോ ആണല്ലേ. അതെ, 3 ടീംസ് ബാക്കി. ഓക്കെ, KVA TV അവിടെ ഒരു ജസ്റ്റ് ഒരു ഫയർ വന്നെങ്കിലും വീണ്ടും അവിടെ ഒരു സ്റ്റോപ്പ് നമ്മൾ കണ്ടു. റഷ്യൻ സ്പീഡോ ഇതിന്റെ പിറകിൽ വന്നിട്ട് ഒരു പിക്ക് എടുക്കാൻ നോക്കുമോ നമുക്ക് കണ്ടറിയാം. എന്തായാലും മെസ്ബോയ് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് താഴോട്ട് പോകുന്ന അറിയത്തില്ല. സോ മെസ്ബോയ് ഒറ്റയ്ക്ക് താഴോട്ട് പോകുന്നത് പ്രശ്നമാവും. അതെ, മെസ്ബോയ്ക്ക് അതൊരു പണി പാളാൻ ചാൻസ് ഉണ്ട്. അയ്യോ, വിംബി മെസ്ബോയ് അപ്പുറത്തും ഇപ്പുറത്തും കല്ലിന്റെ നല്ലൊരു ഓഫ് ആംഗിൾ ബൈ മെസ്ബോയ്. ഫൈറ്റ് കമ്മിറ്റ് ആയി ഇവിടെ. TVA versus KVA the final circle. TVA CSK ചാനൽ അവിടെ നോക്കിട്ടു. ചാനൽ നോക്കിട്ടു. അടുത്തൊരു നോക്കിടുന്നു. ബാൽ അടുത്തൊരു നോക്കിടുന്നു. സ്പൈഡി ഓക്സിയെ നോക്കിടുന്നു. സെക്കൻഡ് ഒരു നോക്കിടുന്നു. സെക്കൻഡ് മെസ്ബോയ് അവിടെ നോക്കാവുന്നു. സാത്താൻ ഒരു നോക്കിയിട്ടുണ്ട്. 2 നോക്കിടുന്നു. 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 2 നോക്കിടുന്നു.
ഒരു പ്ലെയർ മാത്രം ആ കില്ല് സെക്യൂർ ചെയ്യുന്നു. സാത്താൻ അവിടെ ഒരു പ്ലെയർ മാത്രം ബാക്കി. ഓ ടിവി അവിടെ വൈപ്പ് ഓഫ് ആക്കുന്നു. റഷ്യൻ സ്പീഡോ മാത്രം ബാക്കി. ടിവി വേഴ്സസ് വിഎച്ച് ദ ഫൈനൽ സർക്കിൾ. അലക്സ് അറിഞ്ഞിട്ടില്ല. അലക്സ് കണ്ടില്ല. ടിവി വേഴ്സസ് വിഎച്ച് ചന്ദ്രനാണോ ഇത്? ചന്ദ്രനാണോ ഇതെങ്കിലും? ചന്ദ്രൻ കണ്ടു. റഷ്യൻ സ്പീഡോ ചന്ദ്ര കമാൻ ഫിനിഷിംഗ് ബാക്ക് ടു ബാക്ക് ആഷ് വൺ. TVX CSK 20 കില്ലോട് കൂടി 30 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. വീണ്ടും ഒരു ആഷ് വൺ അടിച്ച് നമുക്ക് നോക്കാം. 10 ഈ കളിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നത് KV ആണ്. 27 കില്ലോട് കൂടി ഹാക്ക് 3 ആണ്, പക്ഷെ 32 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. TVX CSK 20 കില്ലോട് കൂടി സെക്യൂർ ചെയ്ത് 30 പോയിന്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് VH നോക്കുവാണെങ്കിൽ ഹാഷ് 2 ആണ്, 17 കില്ലോട് കൂടി 23 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഇവിടെ S7 നോക്കുവാണെങ്കിൽ ഹാഷ് 5 ആണ്, 6 കില്ലോട് കൂടി 9 പോയിന്റ്. അതുപോലെ TJ നോക്കുവാണെങ്കിൽ ഹാഷ് 7 ആണ്, 8 കില്ലോട് കൂടി 9 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. R3X നോക്കുവാണെങ്കിൽ ഹാഷ് 8 ആണ്, 8 കില്ലോട് കൂടി 9 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആക്ട് നോക്കുവാണെങ്കിൽ ഹാഷ് 4 ആണ്, 1 കില്ലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. RC നോക്കുവാണെങ്കിൽ ഹാഷ് 6 ആണ്, 0 കില്ലോട് കൂടി 2 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ANK നോക്കുവാണെങ്കിൽ ഹാഷ് 9 ആണ്, 0 കില്ലോട് കൂടി 0 പോയിന്റും. BC ഹാഷ് 10 ആണ്, 0 കില്ലോട് കൂടി 0 പോയിന്റ്സും ആണ്. ആൻഡ് നമുക്ക് പ്ലെയർ ഇത് നോക്കുവാണെങ്കിൽ മാർസി ഗോഗു പ്ലെയർ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ BS-ലെ 3 പേരാണ് ടോപ്പ് ടേബിളിൽ നിൽക്കുന്നത്. BS ക്യൂബം വിത്ത് 6 കിൽസ്, BS സാത്താൻ വിത്ത് 5 കിൽസ്, BS വിംബി വിത്ത് 5 കിൽസ്. അതിനുശേഷം BH-ലെ CK മാരിയാണ് നമ്മുടെ 5 കിലോടെ നിൽക്കുന്നത്. BS-ലെ റുസാക്കി അടുത്തൊരു 5 കിലോടെ നിൽക്കുന്നു. TVS CSK മെസ്ബോയ് 4 കിലോടെ നിൽക്കുന്നുണ്ട്. റഷ്യൻ DNL VH-ന്റെ 3 കിലോടെ നിൽക്കുന്നുണ്ട്. TVS CSK-ലെ അലക്സ് 3 കിലോടെ നിൽക്കുന്നുണ്ട്. TVയിലെ ആഷ് 3 കിലോടെ നിൽക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് വീണ്ടും 3 കിലോടെ നിൽക്കുന്നുണ്ട്. അതേപോലെ VH-ലെ റഷ്യൻ കരിമി 2 കിലോടെ നിൽക്കുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അഗൈൻ ഒരു കിടില മാച്ച് നമ്മൾ വീണ്ടും കണ്ടിരിക്കുന്നു. ഒരു TVA വേഴ്സസ് KVA, 2 വട്ടവും ഫൈനൽ സർക്കിൾ TVA വേഴ്സസ് KVA ആയിരുന്നു. ആൻഡ് ഇനി ഒരു മൂന്നാമത്തെ മാച്ചിലും ബാക്ക് ടു ബാക്ക് ആഷ് വൺ അടിക്കാൻ TVAക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അഗൈൻ TVയുടെ ഒരു പ്ലെയറിനെ നമുക്ക് VC-ലോട്ട് കൊണ്ടുവരാം. ആരായിരിക്കും? അല്ല, ചന്ദ്രനെ വിളിച്ചത് കാരണം പുള്ളിക്ക് വേറെ ഒന്നും ഇല്ല, ഇതിൽ റോൾ ഇല്ല, അതുകൊണ്ടാ. നമുക്ക് ഒരു ഐജലിനെ കൂടെ വിളിക്കാം. ഐജൽ മോബി ആദ്യം മരിച്ച മോബിയെ അറിയിക്കാം. എത്തിയിട്ടുണ്ടോ? ചന്ദ്രൻ എത്തിയായിരുന്നു കേട്ടോ. ചന്ദ്രബോസ് TVക്ക് വേണ്ടി ഇവിടെ ചന്ദ്രബോസ് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. ചന്ദ്രബോസ് മാച്ചിനെ പറ്റി 2 വാക്ക് സംസാരിക്കണം പ്ലീസ്. ഇത് പറഞ്ഞാൽ വീണ്ടും ഇതിപ്പോ വീണ്ടും എടുത്തെടുത്ത് പറയണം. ഇങ്ങോട്ട് വരണം, നിങ്ങൾ കളിക്കുന്ന കാര്യം ആരാണ് ഈ കാസ്റ്റിംഗ് ഇതിൽ ആരാണ് കാസ്റ്റിംഗിനെ എതിർത്ത് സംസാരിക്കില്ലേ പ്ലീസ്? 3 പേരുണ്ട് ഇവിടെ. വല്ലതും പറയാൻ അറിയുന്ന മോബിനെ വിളിച്ചോണ്ട് ഞാൻ എന്തായാലും മോബിനെ കൊണ്ടുവിടാം. എന്തായാലും നമ്മൾ ഇനി അടുത്ത ഇല്ലല്ലോ, ഞാൻ ഇനി അടുത്ത കളിയോടി കപ്പടിച്ചിട്ട് ഇനി ഇതാക്കുന്നു. റോയിലൊരു 3 കളി ജയിച്ചിട്ട് താങ്കൾ പിക്ക് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ കപ്പടിക്കുന്ന ചാൻസ് ജോലി ചെയ്യാൻ സമ്മതിക്കാം. അനാവശ്യമായിട്ട് സംസാരിക്കില്ല ഇങ്ങനെ ബാബു ഇങ്ങനെ ഇരുന്നിട്ട്. പ്ലീസ് ടൂർണമെന്റിന് ഒരു ഡെക്കോറം ഉണ്ട്, അത് കീപ്പ് ചെയ്യാൻ സമ്മതിക്കാം. അപ്പൊ കളിയിൽ വേറെ ഒന്നും ചെയ്യാനില്ലാതെ താങ്കൾ വരുന്നോ? കളി അവിടെ ടീമിൽ പ്രത്യേകിച്ച് ഡിസിപ്ലിൻ പാലിക്കേണ്ടതാണ്. നമ്മുടെ ഇതിനകത്ത് ഡിസിപ്ലിൻ പാലിക്കണം പ്ലീസ്. അപ്പൊ വളരെ നന്നായിട്ട് കളിച്ചു ചന്ദ്രബോസ്, നല്ലൊരു കളിയായിരുന്നു. അടുത്ത മാച്ചും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ചന്ദ്രബോസ്. താങ്ക് യു. എന്തായാലും ഉപയോഗമുണ്ടോ ഇങ്ങനെ തമ്മിൽ അടിച്ചിട്ട്? എന്ത് കിട്ടാൻ? ഈഗോ കാണിച്ചിട്ട് ഈഗോ ലൈഫില് നമ്മുടെ പല കാര്യങ്ങളെ നശിപ്പിക്കും. അത് മനസ്സിലാക്കണം രണ്ടുപേരും. പിന്നെ അതെ ഉറപ്പായിട്ടും അത് എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അപ്പൊ നമുക്ക് ബാക്ക് ടു കമന്ററി ബോക്സിലേക്ക് വരാം. എങ്ങനെ ഉണ്ടായിരുന്നു വാറ്റുഗോഗു ഈ ഒരു മത്സരം?